വിങ്സ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് അലുമിനിയം അല്ലെങ്കിൽ എക്സ്ട്രാക്ഷൻ ഓഫ് അലുമിനിയം, അലുമിനിയത്തിന്റെ നിർമ്മാണം എന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. എക്സാമിനൊക്കെ എപ്പോഴും ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യകാലത്ത് ഈ അലുമിനിയം എന്ന് പറഞ്ഞ മെറ്റലിന് വളരെയധികം പൈസയായിരുന്നു, വളരെ എക്സ്പെൻസീവ് ആയിരുന്നു അലുമിനിയം. കാരണം അലുമിനിയത്തിന്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ആയിരുന്നു. പിന്നീട് ഹോൾ എന്നും ഹെറോൾട്ട് എന്നും പറഞ്ഞ രണ്ട് സയന്റിസ്റ്റുകളാണ്. അവരാണ് വളരെ എളുപ്പത്തിലും ലാഭകരമായിട്ടും അലുമിനിയം നിർമ്മിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രോസസ്സ് നമ്മൾ ഹോൾ ഹെറോൾട്ട് പ്രോസസ്സ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. നമ്മളിപ്പോൾ പഠിക്കാൻ പോണ ഈ അലുമിനിയത്തിന്റെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ എന്ന ഈ പ്രോസസ്സിനെ നമ്മൾ ഹോൾ ഹെറോൾട്ട് പ്രോസസ്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കാരണം ഹോൾ എന്നും പറഞ്ഞ സയന്റിസ്റ്റും ഹെറോൾട്ട് എന്ന് പറഞ്ഞ സയന്റിസ്റ്റുമാണ് ഈ സാധനം കൊണ്ടുവന്നത്. ഓക്കെ, ഈ ഹോൾ ഹെറോൾട്ട് പ്രോസസ്സ് രണ്ട് സ്റ്റേജസ് ആയിട്ടാണ് നടക്കുന്നത്. ആദ്യത്തെ സ്റ്റെപ്പാണ് കോൺസെൻട്രേഷൻ. കോൺസെൻട്രേഷൻ ഓഫ് ഓറിന്റെ കോൺസെൻട്രേഷൻ. രണ്ടാമത്തെ സ്റ്റെപ്പാണ് റിഡക്ഷൻ. ഓക്കെ, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് അലുമിനിയം അല്ലെങ്കിൽ ഹോൾ ഹെറോൾട്ട് പ്രോസസ് എന്നറിയപ്പെടുന്ന അലുമിനിയത്തിന്റെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ രണ്ട് സ്റ്റെപ്പായിട്ടാണ് നടക്കുന്നത്. ആദ്യത്തെ സ്റ്റെപ്പാണ് എന്ത്? കോൺസെൻട്രേഷൻ ഓഫ് ഓറിന്റെ അല്ലെങ്കിൽ അയിരിന്റെ സാന്ദ്രണം. രണ്ടാമത്തെ സ്റ്റെപ്പാണ് റിഡക്ഷൻ. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാനായിട്ട് പോണേ. നമുക്ക് ഓൾറെഡി അറിയാം അല്ലെ, അലുമിനിയത്തിന്റെ ഓറിന്റെ പേരാണ് ബോക്സൈറ്റ് ആണ് അലുമിനിയത്തിന്റെ ഓറ്. ഈ ബോക്സൈറ്റിന് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോവാണ്. ഒരുപാട് കോൺസെൻട്രേഷൻ മെത്തേഡ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബോക്സൈറ്റിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കോൺസെൻട്രേഷൻ മെത്തേഡാണ് ലീച്ചിങ്. എന്താണ് ലീച്ചിങ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്താണ് ലീച്ചിങ്? നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ എടുക്കും. ആ സൊല്യൂഷന്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ കയ്യിലുള്ള ഓർ പാർട്ടിക്കിൾസ് അതിൽ ഡിസോൾവ് ചെയ്യും, അതിൽ ലയിക്കും. ഇമ്പ്യൂരിറ്റീസ് ഡിസോൾവ് ചെയ്യില്ല. ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് ഹോട്ട് NaOH സൊല്യൂഷൻ ആണ്. നല്ല ചൂടുള്ള NaOH സൊല്യൂഷൻ ആണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഓക്കെ, സ്യൂട്ടബിൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞത് ആരാണ്? ഹോട്ട് NaOH സൊല്യൂഷൻ. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. നമ്മളിവിടെ അലുമിനിയത്തിന്റെ എക്സ്ട്രാക്ഷനിൽ അല്ലെങ്കിൽ അലുമിനിയത്തിന്റെ പ്രൊഡക്ഷനിൽ കോൺസെൻട്രേഷൻ മെത്തേഡ് ചെയ്യാൻ പോവാണ്. ഇവിടെ നമ്മൾ അലുമിനിയത്തിന് ഒരു സ്യൂട്ടബിൾ സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്യും. സൊല്യൂഷന്റെ പ്രത്യേകത എന്താ? നമ്മുടെ കയ്യിലുള്ള ഓർ പാർട്ടിക്കിൾസ് ആ സൊല്യൂഷനിൽ ഡിസോൾവ് ചെയ്യും, ഇമ്പ്യൂരിറ്റീസ് ഡിസോൾവ് ചെയ്യില്ല. ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത് ഹോട്ട് NaOH സൊല്യൂഷൻ ആണ്. നല്ല ചൂടുള്ള NaOH സൊല്യൂഷൻ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ചൂടുള്ള NaOH സൊല്യൂഷനിലേക്ക് നമ്മൾ നമ്മുടെ ഓറായിട്ടുള്ള ബോക്സൈറ്റിന് കേട്ടോ. സോ അലുമിനിയത്തിന്റെ ഓറിന്റെ പേരാണ് ബോക്സൈറ്റ്, നമുക്ക് അറിയണതാണ് അല്ലേ. അലുമിനിയത്തിന്റെ ഓറായിട്ടുള്ള ബോക്സൈറ്റിന് നമ്മൾ ഈ ഹോട്ട് NaOH സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്തു. അപ്പൊ എന്താ ചെയ്യാ? നമ്മുടെ കയ്യിലുള്ള ഓറിന്റെ പാർട്ടിക്കിൾസ്, ബോക്സൈറ്റിലുള്ള ഓറിന്റെ പാർട്ടിക്കിൾസ് ആ സൊല്യൂഷനിൽ ഡിസോൾവ് ചെയ്യും, അതിൽ ലയിച്ച് ചേരും. അതിലുള്ള ഇമ്പ്യൂരിറ്റീസ് ഡിസോൾവ് ചെയ്യില്ല. ഈ ഡിസോൾവ് ചെയ്യാത്ത ഇമ്പ്യൂരിറ്റീസ് നമ്മൾ ഫിൽട്ടർ ചെയ്ത് മാറ്റും. ഓക്കെ ആണോ? ഓറ് ഡിസോൾവ് ചെയ്യും, ഇമ്പ്യൂരിറ്റീസ് ഡിസോൾവ് ചെയ്യില്ല. ഡിസോൾവ് ചെയ്യാത്ത ഇമ്പ്യൂരിറ്റീസിനെ നമ്മൾ ഫിൽട്ടർ ചെയ്ത് മാറ്റി. ഓക്കെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പം നമ്മുടെ കയ്യിൽ എന്തായിരിക്കും ഉണ്ടാവുക? NaOH സൊല്യൂഷൻ ആയിരിക്കും ഉണ്ടാവുക, ആണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ ചായ ഉണ്ടാക്കണം, വെള്ളം തിളപ്പിച്ചു, അതിലേക്ക് നമ്മൾ ചായപ്പൊടി ഇട്ടു, പിന്നെ അത് വെള്ളമാണോ? അല്ല, അത് ചായ ആയിട്ട് മാറിയല്ലേ. അതേപോലെ ചൂടുള്ള NaOH സൊല്യൂഷനിലേക്ക് നമ്മൾ ബോക്സൈറ്റിനെ ആഡ് ചെയ്തു, ഓർ പാർട്ടിക്കിൾസ് ആ സൊല്യൂഷനിൽ ഡിസോൾവ് ചെയ്തു. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് NaOH സൊല്യൂഷൻ അല്ല, പിന്നെ നമ്മുടെ കയ്യിലുള്ളത് സോഡിയം അലുമിനേറ്റ് എന്ന് പറഞ്ഞ സൊല്യൂഷനാണ്. സോ ഓക്കെ, അതായത് ഓർ പാർട്ടിക്കിൾസ് ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സൊല്യൂഷന്റെ പേരാണ് എന്ത്? സോഡിയം അലുമിനേറ്റ്. ഈ സോഡിയം അലുമിനേറ്റിലേക്ക് നമ്മൾ കുറേ വെള്ളം ഒഴിച്ച് അതിനെ ഡൈലൂട്ട് ചെയ്യും. എന്നിട്ട് അലുമിനിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യും. ഓർക്ക, സോഡിയം അലുമിനേറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? വെള്ളം ഒഴിച്ച് അതിനെ ഡൈലൂട്ട് ചെയ്തു. അതിനുശേഷം അലുമിനിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്തു. ഈ അലുമിനിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുമ്പോൾ അവിടെ അലുമിനിയം ഹൈഡ്രോക്സൈഡ് പ്രിസിപ്പിറ്റേറ്റ് ചെയ്യും, അവക്ഷിപ്തപ്പെടുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്തേ? സോഡിയം അലുമിനേറ്റിന് വെള്ളം ഒഴിച്ച് ഡൈലൂട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് അലുമിനിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് അലുമിനിയം ഹൈഡ്രോക്സൈഡിന്റെ പ്രിസിപ്പിറ്റേറ്റ് കിട്ടി, അവക്ഷിപ്തം കിട്ടി. ഇതിൽ ഓരോ സ്റ്റെപ്പും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ അലുമിനിയം ഹൈഡ്രോക്സൈഡിന്റെ പ്രിസിപ്പിറ്റേറ്റ് നമ്മൾ ഫിൽട്ടർ ചെയ്തു, വാഷ് ചെയ്തു, പിന്നെയും വാഷ് ചെയ്യും, ഫിൽട്ടർ ചെയ്യും. അതിനുശേഷം ഹീറ്റ് ചെയ്തു. റോസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ എയറിന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് അലുമിന കിട്ടും. Al2O3 എന്നാണ് അലുമിനയുടെ കെമിക്കൽ ഫോർമുല കേട്ടോ, Al2O3. എന്താ നമ്മൾ ചെയ്തേ? നമ്മുടെ കയ്യിലുള്ള അലുമിനിയം ഹൈഡ്രോക്സൈഡിന്റെ പ്രിസിപ്പിറ്റേറ്റിനെ
വാഷ് ചെയ്യും, ഫിൽട്ടർ ചെയ്യും, ഹീറ്റ് ചെയ്യും. അപ്പം നമുക്ക് എന്ത് കിട്ടും? അലുമിന കിട്ടും. ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. കോൺസെൻട്രേഷൻ കഴിയുമ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ആരാണ്? അലുമിന. ഓക്കെ ആണോ? ഇതിൻ്റെ ഓരോ സ്റ്റെപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്ലോ ചാർട്ട് ആയിട്ട് വരെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കേട്ടോ. നമുക്ക് ആരെ കിട്ടി? കോൺസെൻട്രേഷൻ ഓഫ് ബോക്സൈറ്റ് അല്ലെങ്കിൽ അയിരിന്റെ സാന്ദ്രണം കഴിഞ്ഞപ്പോൾ നമുക്ക് ആരെ കിട്ടി? Al2O3 അലുമിനിയം കിട്ടി. മതിയോ? അലുമിനിയായോ? അലുമിനിയമായോ? നമുക്ക് ആരെ വേണ്ടേ? അലുമിനിയത്തിനാണ് അല്ലേ? അലുമിനിയം കിട്ടിയോണ്ട് കാര്യമുണ്ടോ? ഇതിൽ നിന്ന് നമുക്ക് ആരെ സെപ്പറേറ്റ് ചെയ്യണം? ആരെ സെപ്പറേറ്റ് ചെയ്യണം? അലുമിനിയത്തിനെ സെപ്പറേറ്റ് ചെയ്യണം. അതായത് ഓക്സിജനെ റിമൂവ് ചെയ്യണം. ഓക്കെ, കോൺസെൻട്രേഷൻ മെത്തേഡ് കഴിയുമ്പോൾ Al2O3 അലുമിന എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് കിട്ടും. നമുക്ക് വേണ്ടത് അതിൽ നിന്ന് അലുമിനിയത്തിനെ മാത്രമാണ്. അപ്പോൾ നമുക്ക് ഓക്സിജനെ റിമൂവ് ചെയ്യണം. നമ്മൾ പഠിച്ചിട്ടുണ്ട്, റിമൂവൽ ഓഫ് ഓക്സിജൻ ഈസ് കോൾഡ് റിഡക്ഷൻ. ഓക്സിജനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ്, ഓക്സിജനെ നീക്കം ചെയ്യുന്ന ആ പ്രക്രിയനെ പറയുന്ന പേരാണ് നിരോക്സീകരണം അല്ലെങ്കിൽ റിഡക്ഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് അലുമിനിയം എന്ത് ചെയ്യണം? റിഡക്ഷൻ ചെയ്യണം, നിരോക്സീകരണം നടത്തണം. ഓക്കെ ആണോ? റിഡക്ഷൻ ചെയ്യണം, നിരോക്സീകരണം ചെയ്യണം. ഓക്കെ, അങ്ങനെ വെറുതെ ഒന്നും റിഡക്ഷൻ നടത്താനായിട്ട് പറ്റില്ല. റിഡക്ഷൻ നടക്കുകയാണെങ്കിൽ നമുക്ക് ആരെ വേണം? ഒരു റെഡ്യൂസിങ് ഏജന്റിനെ വേണം, ഒരു നിരോക്സീകാരിനെ വേണം. നിരോക്സീകാരികൾ പലതുണ്ട് അല്ലേ? നമ്മുടെ കയ്യിലുള്ള മെറ്റലിന്റെ റിയാക്ടിവിറ്റി അനുസരിച്ച് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു റെഡ്യൂസിങ് ഏജന്റിനെ നമ്മൾ സെലക്ട് ചെയ്യും. ഇവിടെ നോക്കിയേ, നമ്മുടെ കയ്യിലുള്ള അലുമിനിയം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹൈലി റിയാക്റ്റീവ്. കാർബൺ മോണോക്സൈഡ് ഉപയോഗിച്ചിട്ടോ കാർബൺ ഉപയോഗിച്ചിട്ടോ ഹീറ്റ് ചെയ്തിട്ടോ നമുക്ക് അലുമിനിയത്തിന് റിഡക്ഷൻ നടത്താനായിട്ട് പറ്റില്ല. നല്ല സ്ട്രോങ് ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജന്റ് ആയിട്ടുള്ള ഇലക്ട്രിസിറ്റി തന്നെ ഇവിടെ നമുക്ക് യൂസ് ചെയ്യണം. ഓക്കെ, അലുമിനിയം എന്ന് പറയുന്നത് ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു മെറ്റൽ ആയതുകൊണ്ട് തന്നെ റിഡക്ഷൻ നടത്താനായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജന്റ് ആവശ്യമാണ്. ഇവിടെ നമ്മൾ ഇലക്ട്രിസിറ്റിയാണ് യൂസ് ചെയ്യുന്നത്. അലുമിനിയത്തിനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജന്റ് ആയിട്ടുള്ള ആരാവശ്യമാണ്? ഇലക്ട്രിസിറ്റിന് ആവശ്യമാണ്. ഇവിടെ നടക്കുന്നത് ഇലക്ട്രോളിസിസ് ആണ്. എന്താ നടക്കണേ? ഇലക്ട്രോളിസിസ് ആണ് ഇവിടെ നടക്കണേ. ഇലക്ട്രോളിസിസ് നടത്താൻ നമുക്ക് എന്തൊക്കെ വേണം? ഇലക്ട്രോലൈറ്റ് വേണം, ആനോഡ് വേണം, കാഥോഡ് വേണം. ആദ്യം തന്നെ നമ്മൾ ഒരു സ്റ്റീൽ ടാങ്ക് എടുത്തു. ഈ സ്റ്റീൽ ടാങ്കിലാണ് നമ്മൾ ഇലക്ട്രോളിസിസ് കണ്ടക്ട് ചെയ്യുന്നത്. ഈ സ്റ്റീൽ ടാങ്കിൽ കാർബൺ വെച്ച് ലൈൻ ചെയ്തേക്കാണ് കേട്ടോ. ഈ സ്റ്റീൽ ടാങ്കിലുള്ള കാർബൺ ലൈനിങ് ആണ് നമ്മുടെ കാഥോഡ്. അതായത് അതിനെയാണ് നമ്മൾ എന്തായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്? ബാറ്ററിയുടെ നെഗറ്റീവായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. അതേപോലെ ഇവിടെ കുറച്ച് കാർബൺ റോഡ് ഉണ്ട്. ഇത് കണ്ടോ, അങ്ങനെ തൂക്കിയിട്ടിരിക്കുന്ന ഈ കാർബൺ റോഡാണ് നമ്മുടെ ആനോഡ്. അതായത് ഈ കാർബൺ റോഡിനാണ് നമ്മൾ ബാറ്ററിയുടെ പോസിറ്റീവായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇനി എന്ത് വേണം? ഇലക്ട്രോലൈറ്റ് വേണം. ഒരു ഇലക്ട്രോലൈറ്റ് അലുമിനിയാണ്, Al2O3 ആണ് ഇലക്ട്രോലൈറ്റ്. ഈ Al2O3യുടെ കൂടെ നമ്മൾ ക്രയോലൈറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ Al2O3യുടെയും ക്രയോലൈറ്റിൻ്റെയും ഒരു മിക്സ്ചർ ആണ് നമ്മൾ ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ചിന്തിക്കും അല്ലേ, എന്തിന് ക്രയോലൈറ്റ് ആഡ് ചെയ്യുന്നു? ആൻസർ ഉണ്ട്, ടു റെഡ്യൂസ് ദ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ടു ഇൻക്രീസ് ദ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. നമ്മുടെ കയ്യിലുള്ള അലുമിനിയുടെ മെൽറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ദ്രവണാങ്കം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും അതിൻ്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, ഇലക്ട്രിസിറ്റി, വൈദ്യുതി കടത്തിവിടാനുള്ള ആ കഴിവ് കൂട്ടുന്നതിന് വേണ്ടിയിട്ടുമാണ് നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നത്? ക്രയോലൈറ്റ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇവിടുന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്തിന് ക്രയോലൈറ്റ് അലുമിനിയയിൽ ആഡ് ചെയ്യുന്നു? എന്തിനു വേണ്ടിയിട്ടാണ്? ടു റെഡ്യൂസ് ദ മെൽറ്റിംഗ് പോയിന്റ്, ദ്രവണാങ്കം അല്ലെങ്കിൽ മെൽറ്റിംഗ് പോയിന്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ടു ഇൻക്രീസ് ദ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, വൈദ്യുതി പ്രവഹിക്കുന്നതിനുള്ള സ്പീഡ് കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്താ ആഡ് ചെയ്യുന്നത്? ക്രയോലൈറ്റ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇലക്ട്രോഡ്, പോസിറ്റീവ് ഇലക്ട്രോഡായി, നെഗറ്റീവ് ഇലക്ട്രോഡായി, ഇലക്ട്രോലൈറ്റ് ആയി. ഇനി എന്ത് ചെയ്യണം? ഇതിൽ കൂടെ ഇലക്ട്രിസിറ്റി കടത്തിവിടണം. ഓക്കെ, അലുമിനിയം കൂടെ നമ്മൾ ഇലക്ട്രിസിറ്റി കടത്തിവിടാണ്. ഇനി ഇവിടെ എന്തൊക്കെ റിയാക്ഷൻസ് ആണ് നടക്കുന്നത് നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? നമ്മുടെ കയ്യിലുള്ള ഈ അലുമിനിയം എന്ത് ചെയ്യും? ഇലക്ട്രിസിറ്റി കടത്തിവിടുമ്പോൾ ബ്രേക്ക് ചെയ്യുന്നു വെച്ചാൽ എന്താ? മുറിഞ്ഞു പോകും. എന്നിട്ട് ഇവിടെ രണ്ട് ആൾക്കാരുള്ള ആരാ? ഒന്ന് അലുമിനിയം, രണ്ടാമത്തത് ഓക്സിജനും. ഓക്കെ, അപ്പോൾ Al2O3 കൂടെ ഇലക്ട്രിസിറ്റി കടന്നു പോകുമ്പോൾ അവർ ബ്രേക്ക് ചെയ്തിട്ട് അലുമിനിയവും ഓക്സിജനുമായിട്ട് മാറും, Alഉം Oയുമായിട്ട് മാറും. നമുക്കറിയാം ആദ്യത്തെ ആൾക്ക് എപ്പോഴും പോസിറ്റീവ് ചാർജ് ആണ് ഇടണ്ടേ. ടീച്ചർ എളുപ്പത്തിൽ ബൈഹാർട്ട് ചെയ്ത് പഠിക്കാണ്ട് ഇത് എങ്ങനെ ചെയ്യാന്നാണ് പറഞ്ഞു തരുന്നത് കേട്ടാ. ആദ്യത്തെ ആൾക്ക് പോസിറ്റീവ് ചാർജ് ഇടാം,
രണ്ടാമത്തെ ആൾക്ക് നെഗറ്റീവ് ചാർജ് ഇടാം. എത്ര പോസിറ്റീവ് എത്ര നെഗറ്റീവ് നോക്കാം. അലുമിനിയത്തിന്റെ ചാർജാണ് ഓക്സിജന്റെ അടി കിടക്കണേ. അപ്പൊ അലുമിനിയത്തിന്റെ ചാർജ് എത്രയാണ്? എത്രയാ വരാ? 3+. ഓക്സിജന്റെ ചാർജാണ് അലുമിനിയത്തിന്റെ അടി കിടക്കണേ. അപ്പൊ ഓക്സിജൻ എത്ര വരാ? 2-. ഇനി നോക്കാം, റിയാക്ടൻസ് സൈഡിൽ എത്ര ഓക്സിജൻ ഉണ്ട്? അലുമിനിയം ഉണ്ട് 2. പ്രൊഡക്റ്റ് സൈഡിലും എത്ര അലുമിനിയം വേണം? 2 എണ്ണം തന്നെ വേണം. അപ്പൊ ഫ്രണ്ടിൽ 2 ഇടാം. ഇനി റിയാക്ടൻസ് സൈഡിൽ എത്ര ഓക്സിജൻ ഉണ്ട്? 3. പ്രൊഡക്റ്റ് സൈഡിലും എത്ര ഓക്സിജൻ തന്നെ വേണം? 3 എണ്ണം തന്നെ വേണം. അപ്പോൾ ഓക്സിജന്റെ ഫ്രണ്ടിൽ എന്തിടാം? 3 ഇടാം. കഴിഞ്ഞു. ഓക്കെ, അപ്പൊ എന്താ ഞാൻ പറഞ്ഞേ? അലുമിനിയെ കൂടെ ഇലക്ട്രിസിറ്റി കടന്നു പോകുമ്പോൾ അലുമിനിയം സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 അയോൺസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഒന്ന് അലുമിനിയം, രണ്ടാമത്തത് ഓക്സിജനും. ഇനി ആദ്യത്തെ ആൾക്ക് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും, പോസിറ്റീവ് ചാർജ് ആയിരിക്കും. രണ്ടാമത്തെ ആൾക്ക് നെഗറ്റീവ് ചാർജ് ആയിരിക്കും. ഇനി എത്ര പോസിറ്റീവ് എത്ര നെഗറ്റീവ്? അലുമിനിയത്തിന്റെ ചാർജാണ് ഓക്സിജന്റെ അടിയിൽ കിടക്കണേ, ഓക്സിജന്റെ ചാർജാണ് അലുമിനിയത്തിന്റെ അടിയിൽ കിടക്കണേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? Al3+നും O2- എഴുതി. ഇനി ഇവിടെ എത്ര അലുമിനിയം ഉണ്ട്? 2 അലുമിനിയം. അപ്പോൾ ഈ സൈഡിലും എത്ര അലുമിനിയം തന്നെ വേണം? 2 എണ്ണം വേണം. സോ ഫ്രണ്ടിൽ നമ്മൾ 2 ഇട്ടു. ഇനി നോക്കാം, ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട്? 3 ഓക്സിജൻ. സോ ഇവിടെയും എത്ര ഓക്സിജൻ വേണം? 3 ഓക്സിജൻ തന്നെ വേണം. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ 3 ഇട്ടു. കഴിഞ്ഞു. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? നമുക്കറിയാം പോസിറ്റീവ് അയോണിനെ പറയുന്ന പേരാണ് എന്ത്? കാറ്റയോൺസ്. ഓക്കെ, പോസിറ്റീവ് അയോൺ എന്ത് പറയും? കാറ്റയോൺ. ഒരിക്കലും മറക്കരുത് കേട്ടോ. നെഗറ്റീവ് അയോണിനെ പറയുന്ന പേരാണ് ആനയോൺ. ഓക്കെ, പോസിറ്റീവ് അയോണ് കാറ്റയോൺ, നെഗറ്റീവ് അയോൺ ആനയോൺ. ഓക്കെ, കാറ്റയോൺസ് പോകുന്ന സ്ഥലമാണ് കാഥോഡ്. കാറ്റയോൺസ് എങ്ങോട്ട് പോകും? കാഥോഡിലേക്ക് പോകും. ആനയോൺസ് പോകുന്ന സ്ഥലമാണ് ആനോഡ്. ആനയോൺസ് ആനോഡിലേക്കാണ് പോകുന്നത്. ഓക്കെ, ഇനി കാഥോഡിൽ എപ്പോഴും എന്താ നടക്കുക? റിഡക്ഷൻ അല്ലെങ്കിൽ നിരോക്സീകരണമാണ് നടക്കുന്നത്. ഓക്കെ, ആനോഡിൽ എപ്പോഴും എന്താ നടക്കുക? ഓക്സിഡേഷൻ ആണ് നടക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ എപ്പോഴും ഓർമ്മയുണ്ടാവണം കേട്ടോ. ഈ ചാപ്റ്ററിൽ മാത്രമല്ല പല ചാപ്റ്ററിലും നമുക്ക് ഓക്സിഡേഷൻ റിഡക്ഷൻ പഠിക്കാനായിട്ട് ഉണ്ട്. പോസിറ്റീവ് അയോൺ കാറ്റയോൺ, നെഗറ്റീവ് അയോൺ ആനയോൺ, കാറ്റയോൺസ് പോകുന്ന സ്ഥലം കാഥോഡ്, ആനയോൺസ് പോകുന്ന സ്ഥലം ആനോഡ്. കാഥോഡിൽ റിഡക്ഷൻ നടക്കും, ആനോഡിൽ ഓക്സിഡേഷൻ നടക്കും. ഇനി എന്ത് ചെയ്യാം? ഓക്സിഡേഷൻ ഇക്വേഷനും റിഡക്ഷൻ ഇക്വേഷനും നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. ആനോഡ് എന്താ നടക്കുക? ഓക്സിഡേഷൻ ആണ് നടക്കുന്നത്. ആദ്യം നമുക്ക് ആനോഡിലേക്ക് പോയിട്ടുള്ള ആളെ എഴുതാം. ആരാണ് ആനോഡിലേക്ക് പോയിട്ടുള്ളത്? O2- അല്ലേ? അപ്പോൾ നമുക്ക് ആനോഡിലേക്ക് പോയിട്ടുള്ള O2- ആദ്യം എഴുതാം. ഓക്കെ, ആനോഡിലേക്ക് പോയിട്ടുള്ള ആളാണ് O2-. ഇനി ആനോഡിൽ എന്താ നടക്കുക? ഓക്സിഡേഷൻ ആണ് നടക്കുന്നത്. എന്താണ് ഓക്സിഡേഷൻ? ഇതൊക്കെ ഓർത്ത് എഴുതേണ്ട ആവശ്യമുള്ളൂ. എന്താണ് ഓക്സിഡേഷൻ? ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്ന പ്രോസസ്സിനെയാണ് ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ആരാ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാൻ പോണേ? ആനോഡിലേക്ക് പോയിട്ടുള്ള O2- എന്ന അയോണാണ് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാൻ പോണേ. അപ്പോൾ നമ്മൾ ആലോചിക്കും, എത്ര ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും? എത്ര നെഗറ്റീവ് ചാർജ് ഉണ്ടോ അത്രയും ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. ഇവിടെ എത്ര നെഗറ്റീവ് ചാർജ് ഉണ്ട്? 2 നെഗറ്റീവ് ചാർജ് ഉണ്ട്. അപ്പോൾ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. അപ്പോൾ O2- എന്ന് പറഞ്ഞ അയോൺ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിട്ട് ഓക്സിജൻ ആറ്റമായിട്ട് മാറും. ഓക്കെ ആണോ? ആരാണോ അവിടേക്ക് പോവുക അയാൾ എന്ത് ചെയ്യും? ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. ആനോഡിലേക്ക് പോകുന്നത് O2- എന്ന് പറഞ്ഞ അയോണാണ്. അപ്പോൾ ഈ O2- എന്ന് പറഞ്ഞ അയോണാണ് അവിടെ ഓക്സിഡേഷൻ സംഭവിക്കണേ. അപ്പോൾ ഈ O2- എന്ന് പറഞ്ഞ അയോൺ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. എത്ര ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും? എത്ര നെഗറ്റീവ് ചാർജ് ഉണ്ടോ അത്രയും ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിട്ട് ഓക്സിജൻ ആറ്റമായിട്ട് മാറും. നമുക്കറിയാം ഓക്സിജൻ എന്ന് പറയുന്നത് ഒരു ഡയാറ്റോമിക് മോളിക്യൂൾ ആണ്. ഓക്കെ, അതായത് ഇവിടെ എത്ര ആറ്റം ഉണ്ടായിരിക്കും? 2 ആറ്റം ഉണ്ടായിരിക്കും. ഓക്കെ, ഇവിടെ 2 ആറ്റം ഉണ്ടെങ്കിൽ ഇവിടെ എത്ര ആറ്റം വേണം? 2 എണ്ണം തന്നെ വേണം. സോ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെയും ഫ്രണ്ടിൽ 2 ഇട്ട് കൊടുക്കുക. നോക്കടാ, ഒരു O2- 2 ഇലക്ട്രോണിന് വിട്ടുകൊടുക്കും. അപ്പോൾ 2 O2- എത്ര ഇലക്ട്രോണിന് വിട്ടുകൊടുക്കും? 4 ഇലക്ട്രോണിന് വിട്ടുകൊടുക്കും. ഓക്കെ, ഒരു O2- 2 ഇലക്ട്രോണിന് വിട്ടുകൊടുക്കും. നമ്മുടെ കയ്യിൽ 2 O2- അയോൺസ് ഉണ്ട്. സോ അവർ 4 ഇലക്ട്രോണിന് വിട്ടുകൊടുക്കും. ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ കഴിഞ്ഞു. ഓക്കെ, ബാലൻസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടും കേട്ടോ. അടുത്തത് കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ. കാഥോഡിൽ എന്താ നടക്കുക? റിഡക്ഷൻ. നമുക്ക് കാഥോഡിലേക്ക് പോയിട്ടുള്ള അയോൺ ഏതാണെന്ന് എഴുതാം. കാഥോഡിലേക്ക് പോയിട്ടുള്ള ആരാണ്? Al3+ അയോൺസ് ആണ്. കാറ്റയോൺസ് ആയിട്ടുള്ള Al3+ അയോൺസ് ആണ് കാഥോഡിലേക്ക് പോകുന്നത്. ഇനി അവർക്ക് എന്താ സംഭവിക്കുക? റിഡക്ഷൻ ആണ് സംഭവിക്കുന്നത്. അപ്പോൾ എന്താണ് റിഡക്ഷൻ? ഇലക്ട്രോണിനെ സ്വീകരിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ റിഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ Al3+ അയോണാണ് ഇലക്ട്രോണിനെ വാങ്ങുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കും, എത്ര ഇലക്ട്രോണിനെ വാങ്ങും?
എത്ര പോസിറ്റീവ് ചാർജ് ഉണ്ടോ അത്രയും ഇലക്ട്രോണിനെ വാങ്ങും. ഇവിടെ എത്ര പോസിറ്റീവ് ചാർജ് ഉണ്ട്? 3 പോസിറ്റീവ് ചാർജ് ഉണ്ട് അല്ലേ? അപ്പോൾ എത്ര ഇലക്ട്രോണിനെ വാങ്ങും? 3 ഇലക്ട്രോണിനെ വാങ്ങും. അപ്പോൾ ഈ Al3+ 3 ഇലക്ട്രോണിനെ വാങ്ങിയിട്ട് അലുമിനിയം ആറ്റമായിട്ട് മാറും. ഈ അലുമിനിയം ആറ്റം നമ്മുടെ കാഥോഡിൻ്റെ കണ്ട ഈ കാർബൺ ലൈനിങ് ആയിട്ടുള്ള കാഥോഡിൽ ഒന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പം നമുക്ക് ആവശ്യമുള്ള ആളെ നമുക്ക് കിട്ടി. പിന്നെ ഇവിടെ ആനോഡിൽ നടക്കുന്ന റിയാക്ഷനും കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻസും ഒക്കെ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. പിന്നെ ഇവിടുന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്തുകൊണ്ടാണ് ഇവിടെയുള്ള കാർബൺ റോഡുകൾ, അതായത് ആനോഡായിട്ട് എടുത്തിട്ടുള്ള കാർബൺ റോഡുകൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റീപ്ലേസ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണെന്ന് അറിയോ? ഇവിടേക്ക് ആരാ വരാ? ആനോഡിൽ ആരാ ഉണ്ടാവണേ? നമ്മുടെ ഓക്സിജനാണ് ഉണ്ടാവണേ അല്ലേ? ഈ ഓക്സിജനും കാർബണും തമ്മിൽ ഭയങ്കര ഇഷ്ടമാണ്. ഓക്സിജൻ അവിടെ വന്നു കഴിഞ്ഞാൽ ഈ കാർബൺ അതിൻ്റെ സ്ഥലത്തിരിക്കാനായിട്ട് പറ്റില്ല. കാർബൺ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് കാർബണും ഓക്സിജനും ചേർന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. അതായത് നമ്മുടെ കയ്യിലുള്ള കാർബൺ റോഡിലുള്ള കാർബണിൻ്റെ അളവ് കുറയും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇവഞ്ച്വലി അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുന്നത്? കാർബൺ റോഡുകൾ റീപ്ലേസ് ചെയ്യുന്നത്. കാര്യം മനസ്സിലായോ? അതായത് ആനോഡായിട്ട് നമ്മൾ എടുത്തിട്ടുള്ള കാർബൺ റോഡുകൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്നു. എന്തുകൊണ്ടാണ്? ഇവിടെ ആനോഡിൽ റിലീസ് ചെയ്യുന്നത് ഓക്സിജൻ എന്ന് പറഞ്ഞ വാതകമാണ്. ഈ ഓക്സിജനും കാർബണും ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഓക്സിജൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാർബൺ എന്ത് ചെയ്യും? അതിൻ്റെ പൊസിഷനിൽ നിന്ന് ഇറങ്ങി വരും. എന്നിട്ട് ഓക്സിജനുമായിട്ട് ചേർന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറും. സ്വാഭാവികമായിട്ടും കാർബൺ റോഡിലുള്ള കാർബണിൻ്റെ അളവ് കുറയും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇടയ്ക്കിടയ്ക്ക് കാർബൺ റോഡുകൾ റീപ്ലേസ് ചെയ്യുന്നത്. ഇങ്ങനത്തെയൊക്കെ ക്വസ്റ്റ്യൻ എപ്പോഴും ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാറുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസായിട്ട് നമുക്ക് പിന്നെയും കാണാം. ബൈ.